ദൈവിക വിസിറ്റേഷൻ വളരെ വലിയ കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പകൽ ചിലരെ ദൈവം വിസിറ്റ് ചെയ്യട്ടെ. എന്താ കൈ അടിക്കാത്തൊരു ആമേൻ പറയാത്ത? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ചിലർക്ക് ഇന്ന് ദൈവിക വിസിറ്റേഷൻ ഉണ്ടാകട്ടെ. ഒരാളുടെ ലൈഫിലെ ദൈവം ഒരാളെ വിസിറ്റ് ചെയ്യുമ്പോൾ ആ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരായിരുന്ന സമയത്ത് അവിടെ ആദ്യമായിട്ട് വന്ന ഒരു സഹോദരി, ക്രിസ്ത്യനുമല്ല ഒരു ഹിന്ദുവല്ല. ആ സിസ്റ്റർ, ഞാൻ അവരോട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുക, എനിക്ക് ബ്രദറിനെ അല്ല കാണാനുള്ള, തൃശ്ശൂർ മീറ്റിംഗ് നോക്കി അറിയാം, അതിന് പകരം ഈ ഹോളിന് പൊക്കമുള്ള വെള്ളി നിറമുള്ള ഒരു മനുഷ്യനെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ സാക്ഷ്യം പറഞ്ഞൊരു ചേച്ചിയെ ശ്രദ്ധിച്ചോ? അതിന് മുമ്പത്തെ കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസത്തെ അല്ല ഈ പ്രാവശ്യത്തിന് മുമ്പത്തെ മാസത്തെ തൃശ്ശൂർ മീറ്റിങ്ങിനെ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ യേശുവിനെ നേരിട്ട് കണ്ടു. ആ കണ്ട സിസ്റ്റർ ഈ ആഴ്ച വന്ന് പറഞ്ഞത്, എനിക്ക് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, സൗഖ്യമായി, പരിപൂർണമായി വിടുവിക്കപ്പെട്ടു. ആ സ്ത്രീ സഹോദരിയുടെ മോനും അവരും സൗഖ്യമായി, അവരാരോഗ്യത്തിലേക്ക് വന്നു. 5 രോഗം കൊണ്ട് മാറി സാക്ഷ്യം പറഞ്ഞവരെ. വിസിറ്റേഷന് വലിയ കാര്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പകൽ നിങ്ങളുടെ ലൈഫിലും ചില വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യം. ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് തൊട്ടേച്ച് പോയതാ. ഇന്നത്തെ വിഷയം എൻ്റെ ആത്മലോകമാണ്. പക്ഷെ അവിടേക്ക് എത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എത്തുന്നവരെ പോട്ടെ. കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ വേലക്കാരൻ തളർന്നു കിടക്കുക. യേശു പറഞ്ഞ മറുപടി ഇന്ന് ശ്രദ്ധിക്കാവും നിങ്ങൾക്ക്. 7-ാമത്തെ വാചകം, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. എല്ലാവരും പറഞ്ഞു, യേശു പറഞ്ഞ മറുപടി എന്തായിരുന്നു? അവനെ സൗഖ്യമാക്കും. പക്ഷേ ആ മറുപടി കേട്ടപ്പോൾ ശതാധിപൻ പറഞ്ഞ റെസ്പോൺസ് ആണ് എനിക്ക് ഒത്തിരി സ്വാധീനിച്ചത്. ശതാധിപൻ അവനോട്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാലിക്കാരൻ സുഖമാകും. യേശു ആ വാചകത്തെ കേട്ടിട്ട് ആ ശതാധിപനെ നോക്കിയിട്ട് ചുറ്റുപാടുള്ളവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇവന് ഭയങ്കര വിശ്വാസമാണ്. ഞാനൊരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് ശതാധിപനുണ്ടായിരുന്നതുപോലെ വലിയ വിശ്വാസം തരണേ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വലിയ വിശ്വാസം വേണമെന്ന്? പക്ഷെ കഴിഞ്ഞ ദിവസം എപ്പോഴും ഞാൻ ബൈബിൾ വായിക്കുമ്പോഴേ എൻ്റെ തലയിലേക്കൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങി, ഈ വലിയ വിശ്വാസം എന്ന് പറയുന്ന ആ ശതാധിപൻ്റെ വിശ്വാസത്തെ ഒന്നൊന്ന് പഠിച്ചു നോക്കാം നിങ്ങൾക്ക്. ഏറ്റവും ആദ്യത്തെ കാര്യം കാണാം, യേശു അവനോട് പറയുക, ഞാൻ നിൻ്റെ വീട്ടിൽ വരാം. അവൻ പറയുന്ന മറുപടി, കർത്താവേ നീ വരണ്ട, പകരം എൻ്റെ അടുക്കലേക്കൊരു വാക്കയച്ചാൽ മതി. എനിക്ക് തലയിൽ കയറുന്നില്ല. നിങ്ങളാരെങ്കിലും യേശു കർത്താവ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ വരണ്ടെന്ന് പറയുമോ? അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറയും, ബ്രദറിന് വന്നാൽ മതി ബ്രദറെ എന്ന് പറയും, അല്ലേ? ഞാൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ അതിന് മറുപടി പറയുന്നത്? എങ്കിൽ അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ റെസ്പോണ്ട് എന്തായിരിക്കും? നമ്മൾ വീട് മുഴുവൻ ഒരുക്കി കളയും. പക്ഷെ ശതാധിപൻ പറയുക, യേശു കർത്താവേ നീ വീട്ടിൽ വരണ്ട, പകരം നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് നീ വരുന്നത് പോലെ, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ അതേ ഇഫക്റ്റ് എൻ്റെ വീട്ടിലുണ്ടാകും. കുറച്ച് വലിയ കാര്യമാണ്. യേശു അതിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ വരണ്ട എന്ന് പറഞ്ഞ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവന് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ആ വാക്യം വായിച്ചു പോയിരുന്നു, ചിരിച്ചു. കർത്താവേ നീ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതല്ലേ വലിയ വിശ്വാസത്തിന്റെ ഫലം? വലിയ വിശ്വാസം എന്ന് പറയുന്നത് യേശു എനിക്ക് ഡയറക്റ്റ് എൻ്റെ വീട്ടിൽ വരുന്നതല്ലേ? പക്ഷേ യേശു പറഞ്ഞത് നേരെ തിരിച്ചാ. യേശു പറയാ, ഞാൻ വരണ്ട എന്ന് പറഞ്ഞ് ഇവനാണ് മറ്റുള്ള പലരെയേക്കാൾ വിശ്വാസമുള്ളതെന്നാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുക്കൽ വരുമ്പോൾ, ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച്, മീറ്റിംഗ് കഴിയുമ്പോൾ ഞാനൊന്ന് തൊടണം നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളോടൊരു വാക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലൊന്ന് കൈവയ്ക്കണം. എൻ്റെ പേഴ്സണൽ പ്രസൻസ് ആണോ നിങ്ങൾക്ക് വലുത്, ഞാൻ സംസാരിക്കുന്ന വാക്കുകളാണോ വലുത്? നമ്മൾ പറയും, ബ്രദറിന് തൊട്ടാൽ മതി, ബ്രദർ എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അല്ല ബ്രദറെ, അതിന് പകരം ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ
പ്രസംഗമൊക്കെ ശരിയാ ബ്രദറെ, പക്ഷേ അതിനേക്കാൾ ഉപരി ബ്രദറിന് തൊടണം, ബ്രദറിന് തൊടണം, ബ്രദറിന് തലയ്ക്ക് പിടിക്കണം. പക്ഷേ ഈ ശതാധിപന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് വ്യത്യാസമായിരുന്നു. അവൻ പറയുക, യേശുവേ നീ എൻ്റെ വീട്ടിൽ വരണമെന്ന് നിർബന്ധമില്ല, അതിന് പകരം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ വാക്കിന് ചിലത് ചെയ്യുവാനായി കഴിയും. കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ ആ ശതാധിപനൊരു കാര്യം മനസ്സിലായി, വാക്കുകളുടെ വേർഡിന്റെ ശക്തിയെ അവന് മനസ്സിലായി. ഭയങ്കരമാണ്. ആ ശക്തിയെ മനസ്സിലായതുകൊണ്ട് യേശു കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞേ, ഇവന്റെ അകത്ത് അസാധാരണമായ വിശ്വാസം ഉള്ളത് ഇതുവരെ ഞാൻ ഇങ്ങനൊരാളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ നോക്കിയിട്ട് യേശു പറയുവാനിടയാകും, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ ഒരാൾക്ക് മനസ്സിലായാൽ അയാളെ നോക്കിയിട്ട് യേശു പറയും, ഇവന് ഭയങ്കര വിശ്വാസമാണ്, ഇവന് ചിലത് ചെയ്യാനായി കഴിയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും പേഴ്സണൽ അറ്റൻഷനാണ്. എന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പ്രസംഗിക്കുന്ന വാചകത്തിനേക്കാൾ പ്രാധാന്യമുള്ളത്, ഞാനാ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ളത്, അതിനേക്കാൾ ഞാൻ പ്രസംഗിക്കുന്ന വേർഡിനല്ല പലപ്പോഴും പ്രാധാന്യമുള്ളത്. നിങ്ങളൊന്നും മിണ്ടാത്തേ? ശബ്ദകീർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയുക, യേശു ഇന്ന് പകൽ നിന്നെ സൗഖ്യമാക്കും. അതിനുശേഷം ആളുകൾ പറയും, ബ്രദറും തലയ്ക്ക് പിടിച്ചാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഞാൻ പറയുന്ന വാക്കിനേക്കാൾ പ്രയോറിറ്റി നമ്മൾക്ക് എന്തിനായിരുന്നു? ആളുകളുടെ പ്രസൻസിന്. പക്ഷേ ഈ മനുഷ്യന് നേരെ തിരിച്ചായിരുന്നു. ആളിൻ്റെ അപ്പിയറൻസ് അല്ല ആവശ്യം, ആളിൻ്റെ പ്രസൻസ് ആയിരുന്നില്ല ആവശ്യം, പകരം യേശുവിൻ്റെ വാക്കുകളായിരുന്നു അവിടെ ആവശ്യം ഉണ്ടായിരുന്നേ. ഞാൻ യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ യേശുവിന്റെ മിനിസ്ട്രിയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കാവോ? മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുക, അവൻ വാക്കുകൾ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി, വാക്കുകൾ കൊണ്ട് രോഗികളെ സൗഖ്യമാക്കി. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട്, അതെങ്ങനെയാ കർത്താവേ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? ഒരു വ്യക്തിയുടെ അകത്തേക്ക് സ്ത്രീലം വന്നേ, ഇവിടെ നിന്നേ, ഇയാൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും, അവനൊരു പ്രശ്നം വരത്തില്ലേ? ഇയാളെ ഒന്ന് പിശാച് പിടിപ്പെട്ടു എന്ന് വിചാരിക്കേ, പിശാച് പിടിക്കത്തുമില്ലേ? ഞാൻ ഇയാളോട് സംസാരിക്കുമ്പോൾ ഇയാളുടെ അകത്തേക്ക് ദൈവവചനം കയറുന്നു, ചെവിയിലൂടെ അകത്ത് കയറിയേ. ആ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? ഇയാളെ ചുറ്റും ഇയാളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സകല ചങ്ങലകളെയും പൊട്ടിക്കാൻ പറ്റുമെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇയാളെ തൊടണ്ട, എൻ്റെ വാക്കുകൾ ഇയാൾ കേൾക്കാനും അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറായാൽ ആ വാക്കുകൾക്ക് നിന്റെ ചങ്ങലകളെ അഴിക്കാൻ കഴിയുമെന്ന്. കമോൺ, കൈയടിച്ചു ആമീൻ പറ. എന്ന് എങ്ങനെ പറയാം? നമ്മുടെ വീട്ടിലെ കോഴി അടയിരിക്കുമ്പോൾ അത് 21 ദിവസം അതിനെ അടയിരിക്കണം. അടയിരുന്നാൽ അതിനകത്തുള്ള മുട്ട മാറിയിട്ട് കോഴിക്കുഞ്ഞ് പുറത്തു വരും, പുറത്തെ ഷെല്ല് പൊട്ടിച്ചത് പുറത്തു വരും. അല്ല, ഇപ്പോൾ ഇൻക്യുബേറ്ററാണ്, ഒരു ദിവസം കൊണ്ട് കോഴിമുട്ട വിരിക്കാൻ പറ്റും, കാരണം അതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് അതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അകത്തൊരു ജീവനുണ്ട്, ഈ പുറത്തെ ഷെല്ലാണ് ആ ജീവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് ദൈവത്തിൻ്റെ വചനം വന്ന് പുറത്തുള്ള ഷെല്ലിനെ പൊട്ടിച്ച് ചിലത് പുറത്തു വരാനായി തുടങ്ങുമെന്ന്. എന്ന് പറഞ്ഞ് സകലതിനെയും ജയിക്കാൻ തുടങ്ങുമെന്ന്. യേശു ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗിയെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ വാക്കുകളെയാണ് ഉപയോഗിച്ചത്. നമുക്ക് വാക്കുകൾക്ക് പ്രയോറിറ്റി ഇല്ല. നിങ്ങൾ പറയും ജോൺ ദാരു ബ്രദർ തൊടണം, എന്നാൽ നിങ്ങൾ അറിയേണ്ടത് 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുക, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പൊ എൻ്റെ അകത്ത് വ്യാപരിക്കുന്നൊരു അഭിഷേകമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു നല്ല ആമീൻ പറഞ്ഞേ. ആരും നിങ്ങളെ ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ല, ആ അഭിഷേകം തന്നെ നിങ്ങളോട് സംസാരിക്കും. അപ്പൊ ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ല സംസാരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കാനായി ദൈവം പകർന്നൊരു അഭിഷേകമുണ്ട്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, നിങ്ങളെ ഡെലിവർ ചെയ്യുവാൻ ദൈവം എന്നെ കണ്ടപ്പോൾ ദൈവം തീരുമാനിച്ചത് അവൻ്റെ അഭിഷേകം എൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജോൺ ദാരു എന്ന് പറയുന്ന വ്യക്തി വാ തുറക്കുമ്പോൾ ആ വാക്കുകളിലൂടെ എനിക്ക് ചിലരെ വിടുവിക്കാനായി പറ്റുമെന്നാ.
ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടോ, യേശുവേ നീ എൻ്റെ വീട്ടിൽ വരണേ, യേശുവേ എന്നെ ഒന്ന് സന്ദർശിക്കണേ. യേശുവിൻ്റെ സന്ദർശനം യാതൊരു തെറ്റുമില്ല, ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പല പ്രാവശ്യം എന്നെ കർത്താവ് സന്ദർശിച്ചിട്ടുണ്ട്, ഇനിയും സന്ദർശിക്കുന്നതിൽ സന്തോഷമാണ്. പക്ഷേ യേശുവേ നീ എന്നെ സന്ദർശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അതേ ഇഫക്റ്റിൽ നമ്മൾ എപ്പോഴെങ്കിലും യേശുവേ നിൻ്റെ വാക്ക് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നോ. കാരണം നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസ് ആണ് താല്പര്യമുള്ളത്. പക്ഷെ ദൈവം പറയുക, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, പറ അവൻ ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ ദൈവമാണെന്നും ആ വാക്കുകൾ എൻ്റെ അകത്ത് മനസ്സിലായാൽ, അല്ലെങ്കിൽ എനിക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെയാണ് ഞാൻ ഗ്രഹിക്കുന്നതെന്നും, അല്ല ഞാൻ ആ വാക്കിനെ സ്വീകരിച്ചാൽ ദൈവത്തെയാണ് സ്വീകരിച്ചതെന്നും, ആ വാക്കെൻ്റെ അകത്ത് വന്നാൽ അതെന്താണോ പറയുന്നത് അത് റിസൾട്ട് ഉണ്ടാക്കുമെന്നും ഞാൻ വിശ്വസിക്കാമെങ്കിൽ അത് നിങ്ങളുടെ അകത്ത് ഫലിക്കാനായി തുടങ്ങും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, എൻ്റെ വാക്ക് എവിടെയെങ്കിലും പോയിട്ട് അത് തിരിച്ചു വരത്തില്ല. അത് എവിടെയെങ്കിലും പോയാൽ അത് ഫലം ഉണ്ടാക്കിയിട്ടേ വരത്തുള്ളൂ. അത് പാറ പോലെ ആയിരിക്കുന്ന സ്ഥലത്ത് എന്നാൽ അത് ചിറ്റിക പോലെയാ. അതിനെ ഓടച്ച് അത് എന്താണോ ചെയ്യാൻ എടുക്കാൻ ആഗ്രഹിച്ചത് അത് ചെയ്തെടുത്തിട്ടേ വരത്തുള്ളെന്നാ. ഫിസിക്കൽ അപ്പിയറൻസിനേക്കാൾ വലുത് നിനക്ക് വേണ്ടത് വേർഡാണ്. ഒരു നല്ല ഹല്ലേലൂയ പറ. ഈ വേർഡിനായി ആരെങ്കിലും ദാഹിക്കാൻ തുടങ്ങിയാൽ അവരുടെ സാഹചര്യങ്ങൾ, വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞ അവരുടെ സാഹചര്യങ്ങൾ ഓരോന്നും അഴിയാൻ തുടങ്ങും. അവരുടെ വിശ്വാസം അടുത്ത ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് വരാൻ തുടങ്ങും. അവരെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന, യേശുവേ എൻ്റെ വീട്ടിൽ വരണേ കർത്താവേ, എന്നെ നീ സന്ദർശിക്കണേ കർത്താവേ. യേശു സന്ദർശിക്കുന്നതിനെ തുല്യമാ വേർഡ് നിങ്ങൾക്ക് ലഭിച്ചാലും. ഞാൻ ചിന്തിച്ചു, കർത്താവേ വേർഡ് എനിക്ക് ലഭിക്കാനാണോ എളുപ്പം, യേശു എന്നെ സന്ദർശിക്കാനോ എളുപ്പം? രണ്ടും ഒരേപോലെയാ, പക്ഷേ വേർഡ് എനിക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു സന്ദർശനം ഇല്ലാതെ ഇരിക്കുന്ന ഒരാളോട് എനിക്ക് പറയാം, ആരെങ്കിലും അവന് വേർഡിനെ ആക്സസ് ചെയ്താൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടാനായി തുടങ്ങുമെന്ന്. ഞാൻ സഭയെ നോക്കി ഒരു ദൂത് പറയട്ടെ, നിങ്ങളിലൂടെ പലരും വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. നിങ്ങളിൽ പലരും വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. നിങ്ങളിൽ പലരും വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളിൽ പലരും വൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങളിൽ പലരും വൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാനിത് രാവിലെ ട്രിവാൻഡ്രത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചേച്ചിയുടെ ചെവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചയാൾ സൗഖ്യമായില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ആരുടെ ചെവിയാ ആദ്യം പ്രാർത്ഥിക്കേണ്ടതെന്നാ. നമുക്ക് മനസ്സിലായില്ല. ഞാൻ തോൽക്കാൻ അല്ല ജനിച്ചത്, ഞാൻ ജയിക്കാനാ ജനിച്ചതാ. തോൽക്കേണ്ട കാര്യമില്ല, ജയിക്കാനാ ദൈവം വിളിച്ചതാ. എവിടെയും തോറ്റു കിടക്കത്തില്ല, എല്ലായിടത്തും ജയിക്കാനാ വിളിച്ചതാ. എവിടെയും തളർന്നു കിടക്കില്ല, എല്ലായിടത്തും ഉയരാനാ ദൈവം വിളിച്ചതാ. കമോൺ, കൈ അടിച്ചു ആമേൻ പറ. കൂടെ എത്തിയൊരു നല്ല ആമേൻ പറഞ്ഞേ. ഈ പകൽ ചിലരെ നോക്കിയിട്ട് എനിക്ക് പറയാനുണ്ട്, വചനത്തെ റിസീവ് ചെയ്യുക മാത്രമല്ല, ചിലർക്ക് വചനത്തെ കൊടുക്കാൻ. യേശു ശതാധിപനെ നോക്കി വേർഡിനെ കൊടുത്തതുപോലെ ചിലരെ ദൈവം വേർഡിനെ കൊടുക്കാൻ എഴുന്നേൽപ്പിക്കുകയാ. ആ വേർഡ് ചിലത് ചലിക്കാൻ പോകുകയാ. കമോൺ, കൈകളടിച്ചൊരു നല്ല ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, വേർഡിനെ ചിലത് ചെയ്യാനായി കഴിയും. എങ്കിലെന്ന് പറ, യേശുവേ എന്നോട് പറ, യേശുവേ നീ വന്നില്ലെങ്കിലും നീ വെളിപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് വേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. പകരം എനിക്ക് നിന്റെ വേർഡ് വേണം. പറ 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 യേശുവേ നീ വന്നില്ലെങ്കിലും എനിക്ക് നീ വെളിപ്പെട്ടില്ലെങ്കിലും നിന്റെ വേർഡ് എനിക്ക് ലഭിച്ചാൽ ആ വേർഡ് നീ ആണെന്ന് എനിക്കറിയാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഇടപെട്ടു, നിങ്ങൾ അതിനെ യേശു നിങ്ങളെ സന്ദർശിച്ചു അല്ലെങ്കിൽ ദർശനത്തിൽ വെളിപ്പെട്ടു അതുപോലെ പറയുവോ? ഇല്ല. കാരണം നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസിനെ വലുതായിട്ടും
വേർഡ് നമ്മളോട് ഇടപെടുന്നതിനെ ചെറുതായിട്ടും ആ കാണുന്നേ. പക്ഷേ ദൈവം ഫിസിക്കൽ അപ്പിയറൻസിനെ ചെറുതായിട്ടും വേർഡിനെ വലുതായുമായ കാണുന്നേ. ആമേൻ. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോടൊരു വേർഡ് പറഞ്ഞാൽ, ഞാൻ സോളിയോട് ഒരു വചനം പറയുക, എന്നോട് ദൈവം ഒരു വചനം ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് നിന്നോട് പറയുക, സോളി അതിനെ സ്വീകരിക്കും. പക്ഷെ അതിന് പകരം ഞാൻ പറയുക, യേശു എനിക്ക് ഇന്ന് പകൽ വെളിപ്പെട്ടിട്ടോ, എന്നോട് എനിക്ക് ഇങ്ങനെ വെളിപ്പെട്ടെന്ന് പറയാൻ നിനക്ക് എക്സൈറ്റ്മെന്റാ കേൾക്കാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെയാ. ഒരു ദൂതൻ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നാ സന്തോഷമോ. ദൂതൻ വന്ന് പറഞ്ഞു, എടയവേ, ദൂതൻ വന്ന് പറയുന്നത് നല്ലതാണ്, യേശുവിനെ നേരിട്ട് കാണുന്നത് നല്ലതാണ്, ദൈവത്തെ മുഖാമുഖം അനുഭവിക്കുന്ന നല്ലതാണ്. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരു ഹല്ലേലൂയ പറ. പക്ഷേ വേർഡിന് അതേപോലെ പ്രാധാന്യം ആരെങ്കിലും കൊടുത്താൽ, എന്റെ കാരണം സ്വർഗം പറയുക, പാഴും ശൂന്യമായതിനെ എൻ്റെ വാക്കുകൾ കൊണ്ടാ ഞാൻ ഉണ്ടാക്കിയത്, ഇല്ലാത്തിനെ ഉളാക്കുന്നത് എൻ്റെ വാക്കുകൾ കൊണ്ടാ, നശിച്ചതിനെ വീണ്ടും റീബിൽഡ് ചെയ്ത് എൻ്റെ വാക്കുകൊണ്ടാ എന്ന് പറഞ്ഞ സകലതും അവൻ സാധ്യമാക്കുന്നത് അവന്റെ വാക്കിനാലാണെങ്കിൽ എന്റെ പ്രയോറിറ്റി അവന്റെ വാക്കിനായിരിക്കണം. എനിക്ക് പത്രോസിനെ ഇഷ്ടമോ? പത്രോസിന്റെ കൂടെ യേശു ഉണ്ട്. പക്ഷെ പത്രോസ് പറയുക, നിന്റെ വാക്ക് അതിന് ഞാൻ കേൾക്കാൻ കർത്താവേ. റിസൾട്ട് യേശു കൂടെ ഉണ്ടെങ്കിൽ തന്നെ മീൻ പിടിച്ചു കയറിക്കൂടെ? യേശു കൂടെ ഉണ്ടെങ്കിൽ തന്നെ ആ മീൻ അതിനകത്ത് കയറിക്കൂടെ? ഹല്ലേലൂയ. അങ്ങനെയും കയറാൻ കേട്ടോ, ഇല്ലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പത്രോസ് പറയുക, ആ വാക്കിന് എനിക്കൊരു കാര്യം അറിയാം, അത് സകലത്തെയും ഉളവാക്കുന്ന വാക്കുകളാണ്, സകലത്തെയും സൃഷ്ടിക്കുന്ന വാക്കുകളാണ്. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ എന്തെങ്കിലും ഇടപെട്ടാൽ അതിനോട് യെസ് എന്ന് പറ. യേശു കർത്താവ് ദർശനത്തിലോ അല്ലാതെയോ വെളിപ്പെടുന്നത് പോലെ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അത് നിങ്ങൾ ചിലത് ചെയ്യാനായി തുടങ്ങും. എന്നെ ഞാൻ പറഞ്ഞേ, ടീനലെ ചോദ്യം നിന്നോടാ. ദർശനത്തിൽ യേശുവിനെ കണ്ടാൽ, മൈക്കൊന്ന് കൊടുക്കണേ സാറേ, ദർശനത്തിൽ യേശുവിനെ കണ്ടാൽ അതിന് പ്രയോറിറ്റി കൂടുതലായിരിക്കുമോ? ഇന്ന് പുസ്തകം വായിക്കുമ്പോൾ ഒരു വാക്യം ഇടപെട്ടാൽ ഏതിനായിരിക്കും പ്രയോറിറ്റി? ദർശനത്തിൽ യേശുവിനെ. അനീഷ്, എന്തായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നേ? ദർശനത്തിന്. നിങ്ങളിലെ ആയിരിക്കും, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എല്ലാവരും ഒന്ന് ചോദിച്ചതിന് സ്വയം മറുപടി പറഞ്ഞേ, ദർശനത്തിനാണോ വചനത്തിനാണോ? സ്വർഗം പറയുക, ആരാണോ എൻ്റെ വേർഡിന് വാല്യൂ കൊടുത്തത് അവന്റെ വിശ്വാസം ഭയങ്കരമാണ്. ഭയങ്കരമായി പോയി. എൻ്റെ വേർഡിന് ആരാ വാല്യൂ കൊടുത്തത് അവന് ഭയങ്കര വിശ്വാസമാണ്. ഈ പകൽ വിശ്വാസത്തിന്റെ അളവ് ദർശനത്തിലല്ല, വേർഡിലാണ്. ഞാൻ ഒന്നും കൂടെ ആ സ്റ്റേറ്റ്മെന്റ് പറയാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് ദർശനത്തിന്റെ അളവിലല്ല, വേർഡിന്റെ അളവിലാണ്. നിന്നോട് ദൈവം സംസാരിക്കുന്നു എന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ എന്ന് പറഞ്ഞാൽ ആ സംസാരം, ആ ശബ്ദം, അതാണ് ദൈവം. നിന്നോട് എപ്പോഴെങ്കിലും ദൈവം സംസാരിക്കുന്നു തോന്നിയാൽ അതിന്റെ അർത്ഥം അതാണ് ശക്തി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. ഒരു ഉദാഹരണം പറയട്ടെ. എസെക്കിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട്, എസെക്കിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് യെശയ്യാവ് പറയുക, നീ നിന്റെ ഗ്രഹകാര്യം ക്രമീകരിച്ചോ, നീ ആള് പോവുക. രാജാക്കന്മാർ 2 രാജാക്കന്മാർ 20-ാം അധ്യായം 4-ാം വാക്യം മുതൽ അവിടെ എഴുതിയിരിക്കുക. യെശയ്യാവ് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പടിവാതിക്കൽ വെച്ച് അടുത്ത വാക്യം എഴുതിയിരിക്കുക, the word of the Lord revealed to Ezekiel. ദൈവത്തിന്റെ വചനം അരുളപ്പാടുണ്ടായെന്നല്ല, മലയാളത്തിൽ അരുളപ്പാടുണ്ടായെന്ന, പക്ഷെ ഇംഗ്ലീഷിൽ ഇരിക്കുന്ന വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനം അവന് വെളിപ്പെട്ടെന്ന്. ആർക്കാ? യെശയ്യാവിനെ. അവൻ ആ വെളിപ്പെട്ട വചനവുമായിട്ട് വന്നിട്ട് പറയുക, നിന്റെ ആയുസ് 15 കൊല്ലം കൂടെ കൂട്ടിയെന്ന്. സംതിങ് ഗോയിങ് ഓൺ. യെശയ്യാവേ, നീ അവന്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചാൽ പറയായിരുന്നു. യേശയ്യാവേ, നിന്റെ തലയെ തൊട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിട്ടെന്ന് പറയാൻ പറയായിരുന്നു. അതൊന്നുമല്ല അവൻ പറഞ്ഞേ. ദൈവം എന്ത് പറഞ്ഞു ആ വാചകം അവന്റെ വായിൽ വെച്ചിട്ട് അവൻ പറഞ്ഞു, എസെക്കിയാവേ, നിനക്ക് 15 കൊല്ലം കൂടെ നീട്ടി തന്നിരിക്കുന്നു. ആര് പറഞ്ഞതാ? സ്വർഗം പറഞ്ഞതാ. അത് ആര് ചെയ്തു? ഇവൻ പറഞ്ഞു. ആ പറഞ്ഞതോടുകൂടി എന്തുണ്ടായി? രോഗം മാറിയിട്ട് ജീവൻ ഉണ്ടായെന്ന. അപ്പൊ നിന്നിൽ ജീവൻ ഉണ്ടാകാൻ എന്നതാ ഞാൻ പറയണ്ടേ? തലയെ പിടിക്കണോ?
തലേ പിടിക്കല്ലേ വേണ്ടേ, വേർഡ് വേണം. നിങ്ങൾ ആരും അതിനെ കൈ അടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല, ശബ്ദമുയർത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞില്ല. യേശു എന്ന കരമുയർത്തിട്ട് പറ, വേർഡ് വേണം. ദൈവത്തിന്റെ വചനം യെശയ്യാവിന് വെളിപ്പെട്ടു. പറ, യെശയ്യാവിനെ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു. എന്തായിരുന്നു ദൈവത്തിന്റെ വചനം യെശയ്യാവിന് വെളിപ്പെട്ടു? 15 കൊല്ലം കൂടെ അവന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തിരിക്കുന്നു. അതായിരുന്നു വെളിപ്പെട്ടത്. അവൻ വന്നിട്ട് രോഗശാന്തി ശുശ്രൂഷ ചെയ്തില്ല, പോടാ പിശാച വാടാ പിശാച എന്ന് പറഞ്ഞില്ല. അതിനൊന്നും ആവശ്യമില്ല. വെളിപ്പെട്ടത് പറഞ്ഞാൽ അതൊക്കെ സംഭവിക്കും. അതങ്ങനെ കയറിയൊന്നും എനിക്ക് അറിയത്തില്ല. യേശുവേ, അവർക്ക് അങ്ങനെ മനസ്സിലാകണം. പിശാചിനോട് പോടാ എന്ന് പറയണ്ട, രോഗത്തോട് പോടാ എന്ന് പറയണ്ട, മരണത്തോട് നീങ്ങടാ എന്ന് പറയണ്ട. പകരം ദൈവം ഇടപെട്ടത് നീ പറഞ്ഞാൽ അതെല്ലാം സംഭവിച്ചിരിക്കും. ഒന്നും കൂടെ ഞാൻ പറയാം. പിശാചിനെ നോക്കി പോടാ എന്ന് പറയണ്ട, രോഗത്തെ നോക്കി സൗഖ്യമാകാണ് പറയണ്ട. അതൊക്കെ ചെയ്തോ, ഒന്നും തെറ്റാന്നല്ല. പകരം ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞാൽ സകലതും അത് അനുസരിക്കാനായി തുടങ്ങും. പ്രകൃതി കേൾക്കും, രോഗം കേൾക്കും, ഈ സകല ലോകവും കേൾക്കും. കാരണം അവന്റെ വചനത്താൽ ഈ സകലത്തെയും ഉളവാക്കിയെന്ന് നാം അറിയുന്നു എന്ന് എബ്രായർ 11:3 പറയുക. സകലതും വചനത്താൽ ഉണ്ടാക്കിയതാ. അതിനോട് വചനം പറഞ്ഞാൽ അതിനെ മനസ്സിലാവും. അടുത്തിരിക്കുന്ന ആളെ ദേഹത്തോട് തട്ടിയിട്ട് പറ, ഈ കാണുന്ന പ്രകൃതി മുഴുവനും, ഈ കാണുന്ന ലോകം മുഴുവനും അവന്റെ വേർഡിനാൽ ഉളവായി. ആ വേർഡ് നിന്റെ വായിൽ അവൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നീ പറഞ്ഞാൽ ഈ പ്രകൃതിക്ക് അത് മനസ്സിലാകും. വന്നത് സൃഷ്ടാവിന്റെ വക്കൽ നിന്നാണെന്ന്. അതിന് കൈവപ്പ് വേണ്ട, അതിന് ശാസന വേണ്ട. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? നമ്മളെ അവിടുന്ന് കരയും നിലവിളിക്കൊന്നും വേണ്ട, ഒരു വാക്ക് കേട്ടാൽ മതി. ആ കേട്ടത് വെറുതെ പറഞ്ഞാൽ മതി. അതിനെ തടയാൻ ഒരു പ്രകൃതിക്കും പറ്റത്തില്ലെന്നോ, ഒരു ശക്തിക്കും പറ്റത്തില്ലെന്നോ. ഞാൻ ഈ കാര്യം ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ അകത്തെനിക്ക് മനസ്സിലായി, വലിയ വിശ്വാസം ദർശനങ്ങളെ പറയുന്നത് മാത്രമല്ല, വലിയ വിശ്വാസം വേർഡ് പറയുന്നതാണ്. വലിയ വിശ്വാസം ഞാൻ ഇന്ന് ദൈവത്തിൽ നിന്ന് കേട്ടതുമായി ഇവിടെ നിൽക്കുന്നതാണ് വലിയ വിശ്വാസം. അത്ഭുതങ്ങളുടെ രഹസ്യം ഞാൻ കേട്ടത് വിളിച്ചു പറയുന്നതാണ്. ആരെങ്കിലും എൻ്റെ ഒപ്പം എത്തിയോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്നതാണോ പ്രാധാന്യം, പ്രാർത്ഥിക്കുന്നതാണോ പ്രാധാന്യം? എന്താ കർത്താവേ തിരിഞ്ഞു നോക്കാത്ത? എത്ര നാളായിട്ട് ഞാൻ വിളിക്കുക, ഞാൻ കൊടുക്കുന്നു, ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് എന്താ കണ്ണു തുറക്കാത്ത കർത്താവേ? നീ എന്താ അപ്പൊ ഒന്ന് കാണാത്തെ? അടുത്തിരിക്കുന്നവരോട് പറ, നിലവിളി നിർത്താം. ഒരു വേർഡ് മതി, ഒരു വാക്ക് മതി. അത്ഭുതങ്ങളുടെ മുഴുവൻ റീസൺ, അത്ഭുതങ്ങളുടെ മുഴുവൻ റീസൺ, അത്ഭുതങ്ങളുടെ മുഴുവൻ കാരണം, അത്ഭുതങ്ങളുടെ മുഴുവൻ ഉത്ഭവം, അത്ഭുതം മുഴുവൻ കൈയടിച്ചു പറ, അത്ഭുതങ്ങളുടെ ഉറവ വേർഡിലായിരിക്കുന്നേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ബ്രദർ, ഇന്നത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? പ്രാർത്ഥിക്കില്ല എന്നാരോ പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങളോട് ചോദിച്ചേ, ബൈബിൾ വായിക്കാൻ, സത്യത്തിൽ ചില ആളുകളോട് ബൈബിൾ വായിക്കാൻ പറയണേക്കാൾ നല്ലത് ഉറക്കുകുളിയ കൊടുക്കുകയാണെന്ന് പറയാൻ നല്ലത്. അത് തുടങ്ങിയ ഒരു സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങും. ബൈബിൾ വായിച്ചാൽ മതി ഉറക്കം കിട്ടാൻ.
എൻ്റെ കാര്യം നേരെ തിരിച്ച ബൈബിൾ വായിക്കാൻ തുടങ്ങിയ ഉള്ള എല്ലാ ഉറക്കവും പോവും. പ്രാർത്ഥിച്ച പിന്നെയും ഞാൻ ഉറങ്ങിന്ന് വരും. പുസ്തകം വായിക്കാൻ തുടങ്ങിയ ഞാൻ വാമപ്പാവാൻ തുടങ്ങും. ഞാൻ തളർന്നായിരിക്കുന്നതെങ്കിൽ ഞാൻ നേരെ ചെന്ന് വായിക്കാൻ തുടങ്ങും. വായിച്ചാൽ ഒന്നും പിടികിട്ടത്തില്ലായിരിക്കും. പക്ഷേ ഒരു അധ്യായം, അടുത്ത അധ്യായം, അത് കഴിയുമ്പോൾ ഞാൻ ചാർജായി കാണും. എല്ലാ ക്ഷീണവും പറയും ഞാൻ ബലത്തോടായി കാണും. എനിക്കറിയാം പുസ്തകം ആരാന്ന്. പുസ്തകത്തിന് ശക്തി ഇല്ലാതാവുന്ന എപ്പോഴാണെന്നറിയോ? ഇത് വെറും വാക്കുകളുമായി തീരുന്ന എപ്പോഴാണെന്നറിയോ? ആ വാക്കുകൾ കൊണ്ട് ദൈവമായി നിനക്ക് കണക്ഷൻ കിട്ടാതെ ആകുമ്പോഴാ ഇത് വെറും വാക്കുകളാകുന്നത്. ഈ വാക്കുകൾ ഇറ്റ് ഇസ് എ കണക്റ്റിംഗ് ലിങ്ക്. ഓ, പറഞ്ഞെത്തിയൊക്കത്തില്ല. എങ്ങനെയാണ് നീ പറയുന്നേ? പറഞ്ഞ ആ വഴിക്ക് പോകും ഞാൻ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഈ പുസ്തകത്തിലെ വാക്കുകൾ ഒരു കണക്റ്റിംഗ് ലിങ്കാണ് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്ന വാക്കുകളാണ് ഈ പുസ്തകത്തിലെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഓരോ വാക്കുകൾ. ആ വാക്കുകളിലൂടെയാണ് ഞാൻ കണക്റ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ ദൈവവുമായി ഇടപെടുന്നത്, ദൈവമായി അനുഭവിക്കുന്നത്. ഓരോ വാക്കുകളും ദൈവത്തെ അനുഭവിക്കാനുള്ളതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, യേശു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ജോൺ ദാരു ബ്രദർ വീട്ടിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രദർ പറയുന്നൊരു വാക്ക് മതി. യേശു പറയുന്നൊരു വാക്ക് മതി. എൻ്റെ വാക്കുകളല്ല ഞാൻ ഈ പറയുന്നത്, എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ നിന്ന് ഉളവാകുന്ന, ദൈവത്തിൻ്റെ വചനത്താൽ ഉളവാകുന്ന അത് മതി. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ആരും തൊടാൻ നിൽക്കത്തില്ലേ? ഇന്ന് അഞ്ചലിൽ മഴ പെയ്തതിനൊക്കെ വലിയ മഴ തിരുവനന്തപുരത്ത് പെയ്യും. ന്യൂനമർദ്ദം അങ്ങനെ അടിക്കാതിരുന്നാൽ മതി. അടുത്തിരിക്കുന്നവരോട് പറ, ഒന്നും വെളിപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വേർഡ് മതി. പറ, നിങ്ങളുടെ അകത്ത് ഇത് ശരിക്കും കയറിയാൽ നിങ്ങൾ മനസ്സിലാക്കും, സകലതും ഉളവാക്കിയത് കൈ തൊട്ടിട്ടല്ല കർത്താവ്. ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഉണ്ടാവട്ടെ, എവിടെയൊക്കെ കൈ കൊണ്ട് കൈവച്ചതല്ല, നമുക്ക് കൈവയ്ക്കാനേ അറിയൂ. ഇതൊന്നും ഉണ്ടാക്കിയത് കൈവച്ചിട്ടല്ല, ഉളവാകട്ടെ. ഉളവായി. സകലതും ദൈവം ഉളവാക്കിയത് അവന്റെ വാക്കിനാലാണ് എങ്കിൽ നിങ്ങളിൽ സകലതും ഉളവാകാൻ പോകുന്നതും അവന്റെ വാക്കിനാലാണ്. മനസ്സിലായില്ല? സകലതും അവൻ ഉളവാക്കിയത് അവന്റെ വാക്കിനാലാണ് എങ്കിൽ നിങ്ങളിൽ സകലതും ദൈവം ഉളവാക്കുന്നത് അവന്റെ വാക്കിനാലാണ്. ഒന്നും കൂടെ പറയട്ടെ, സകലതും ഉളവാക്കിയത് അവന്റെ വാക്കിനാലാണെങ്കിൽ നിന്നിൽ എന്തെങ്കിലും ഉളവാക്കണമെങ്കിൽ ജോൺ ദാരു ബ്രദർ കൈ വയ്ക്കട്ടെ, അഭിഷേകം പകരപ്പെടട്ടെ. പക്ഷെ ദൈവത്തിന് ഇഷ്ടം, കുറെ കൂടെ ഇഷ്ടം, നിന്നിൽ എന്തെങ്കിലും ഉളവാക്കുന്നെങ്കിൽ അത് അവന്റെ വാക്കുകളിലാണെന്ന് അവൻ അറിയാം. അതാണ് പിശാച് വാക്കിന്റെ പ്രയോറിറ്റി കുറച്ച് കളഞ്ഞത്. വാക്കുകളുടെ പ്രയോറിറ്റി കുറച്ചു, കൈവെപ്പിന്റെ പ്രയോറിറ്റി കൂട്ടി. എത്ര ആളെ കൈവയ്ക്കുവൻ? 5000 ആയ ഇവൻ എന്നാ ചെയ്യും? 10,000 ആയ എന്നാ ചെയ്യും? എത്ര നേരം നിന്ന് പ്രാർത്ഥിക്കും? ഒരു വാക്ക് മതി സകലതും അത്ഭുതത്തിലേക്ക് നടക്കാൻ.